നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. ഇതൊരു ഭംഗി വാക്കല്ല ദൈവമക്കളെ. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് നമുക്കുണ്ടാകുന്ന പ്രിയം നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഒരാധാരമാണ്. എനിക്കതിനോട് പ്രിയമുണ്ടോ എന്നറിയാനുള്ള ഒരു വഴിയാണ് അത് ഇടവിടാതെ എൻ്റെ ധ്യാനമാകുന്നു. ഇടവിടാതെ ഞാൻ എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതാണ് എനിക്ക് പ്രിയമുള്ളത്. വാക്കൊന്നുകൂടെ പറയുന്നു, ഇടവിടാതെ ഞാൻ ധ്യാനിക്കുന്നത് എന്താണോ അതാണ് എൻ്റെ പ്രിയമായ കാര്യം. സ്തോത്രം. ചിലരൊക്കെ ഇതിനകത്തിരിക്കുമ്പോഴും അവരുടെ ചിന്ത വേറെ പല വിഷയങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ പ്രിയം ആ കാര്യത്തോടാണ്. സ്തോത്രം. സ്കൂളിലിരിക്കുമ്പോഴും പഠിക്കുന്നതിനേക്കാൾ അടുത്ത് സ്കൂൾ കഴിഞ്ഞുള്ള കളിക്ക് വേണ്ടിയാണ് ചിലർക്കൊക്കെ ചിന്ത. ബെല്ലടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. സ്തോത്രം. അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ ഒരല്പം കൂടെ പ്രിയം അതിനാണ്. സ്തോത്രം. ചിലയിടത്തൊക്കെ ഇരിക്കുമ്പോഴും ആളുകൾ ഇങ്ങനെ ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന കാണാം. വല്ല മെസ്സേജും വരുന്നുണ്ടോ? സ്തോത്രം. സ്കോർ എത്രയായി? ഗോളടിച്ചോ? അപ്പോൾ ഇതിനിടയിൽ ഇതിനേക്കാൾ പ്രിയമായതുകൊണ്ട് സ്തോത്രം അതിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളോട് പറയട്ടെ, ഈ തിരുവെഴുത്തുകൾ, ന്യായപ്രമാണം നമുക്ക് പ്രിയമെങ്കിൽ 1-ാം സങ്കീർത്തനം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ദൈവം അരുളി ചെയ്ത വാക്കാണ്. സ്തോത്രം. ഈ ന്യായപ്രമാണത്തോട് പ്രിയമുണ്ടോ? ഇതനുസരിക്കാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. ഇതൊക്കെ വെറുതെയാണ്, നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്നാണോ നീ കരുതുന്നത്? നീ പതറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഈ തിരുവെഴുത്താണ് എത്ര ശക്തമേറിയ കാറ്റ് നമ്മുടെ നേരെ അടിച്ചാലും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഗിരിപ്രഭാഷണം നമുക്കറിയാം, ലോകപ്രസിദ്ധമാണ്. ഹല്ലേലൂയ. ആ ഗിരിപ്രഭാഷണം യേശു പറഞ്ഞു നിർത്തിയ അതിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? വൻമഴ ചൊരിഞ്ഞു, കാറ്റതിൻ്റെ മേൽ അടിച്ചു, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതാകയാ. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെയെല്ലാം കേട്ട് അനുസരിച്ച് പണിതെടുത്ത വീടാകയാ. അത് വീണില്ല. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എന്നാൽ അടുത്തും ഒരു കാര്യം പറയുന്നുണ്ട്. അടുത്തും ഒരുത്തൻ വീട് പണിതു, മണലിന്മേലൊരുത്തൻ വീട് പണിതു. സ്തോത്രം. അപ്പോ പണി വേണമെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കാതെയും നടത്താം. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ടും പണി നടത്താം എന്ന് പറഞ്ഞാൽ കൈയടിക്കാം, പാട്ടുപാടാം, സ്നാനപ്പെടാം, തിരുമേശ എടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യാം. സ്തോത്രം. ദൈവവചനത്തിനൊരു സ്ഥാനവും കൊടുക്കാതെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ഈ പണിയൊക്കെ അങ്ങനെ തന്നെ നടത്തി വേണമെങ്കിൽ പൂർത്തീകരിച്ച് ദൈവദാസനെ കൊണ്ട് പ്രതിഷ്ഠിപ്പിക്കുകയും ചെയ്യാം. സ്തോത്രം. ദൈവദാസനെ വിളിച്ചാൽ വന്നല്ലേ പറ്റുള്ളൂ. സ്തോത്രം. അനുസരിക്കുന്നവർക്ക് മാത്രമേ പ്രതിഷ്ഠിക്കൂ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂ. സ്തോത്രം. എന്നാൽ വൻമഴ ചൊരിഞ്ഞു, കാറ്റതിന്മേലടിച്ചു, അതടിസ്ഥാനമില്ലാത്തതാകയാ തകർന്നുപോയി. ആർക്കും താങ്ങി നിർത്താൻ ഒക്കത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട്
എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിക്കാം, അതിൻ്റെ കൂടെ ഇതും കൂടെയൊക്കെ അങ്ങ് പോട്ടെ എന്ന് കരുതരുത്. തകർന്ന് തരിപ്പണമായി പോകും. സ്തോത്രം. വചനമനുസരിച്ച് അതിനെ ധ്യാനിച്ച് അതിലിഷ്ടപ്പെട്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോയാൽ ലോകത്തിലാര് വിചാരിച്ചാലും എന്നെയോ നിങ്ങളെയോ തകർക്കാൻ ഒക്കത്തില്ല. എത്ര പേർക്കാ ഉറപ്പകത്തുണ്ട്? ഹല്ലേലൂയ. ചെറിയ മഴയല്ല, വൻ മഴ ചൊരിയും. സ്തോത്രം. കാറ്റതിൻ്റെ മേലടിക്കുമെന്ന ദൈവകൽപ്പന അനുസരിക്കുന്നവൻ്റെ അകത്തൊരു ഉറപ്പുണ്ട്. അവൻ നിൽക്കുന്നതും പാറപ്പുറത്താണ്. അവൻ്റെ അകത്തും ഒരു ഉറപ്പുണ്ട്, എനിക്ക് ദൈവവുമായി ഒരു നല്ല ബന്ധമുണ്ട്. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണം, ദൈവവചനം അനുസരിച്ച് പണി നടത്തണം. അവിടെയേ നന്മയുള്ളൂ. സ്തോത്രം. എന്നിട്ട് അങ്ങനെ ജീവിക്കുന്നവനെ ഒരു 3 കാര്യങ്ങളോട് തുലനം ചെയ്ത് പറയുന്നുണ്ട്. സ്തോത്രം. ഈ ദൈവകൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. എൻ്റെ ശത്രു ഒന്ന് ചിന്തിക്കുന്നു, എന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതായ ഒരു ബുദ്ധി എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വചനം തരുന്നു. അതിൻ്റെ അർത്ഥം ശത്രു തോൽക്കും, നമ്മൾ ജയിക്കും. ഈ വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ആ ആലോചന എന്നെ ശത്രു ചിന്തിക്കുന്നതിനേക്കാൾ നേരെ ചിന്തിക്കാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, ഈ ചെസ് ഒക്കെ കളിക്കുന്നവര് അടുത്ത ഒരാളുടെ നീക്കത്തേക്കാൾ അയാൾ എത്രയോ നീക്കമൊക്കെ മുന്നമേ കണ്ട് കളിക്കുന്നവരുണ്ടാണെന്ന് പോലും. നമുക്കാണെങ്കിൽ ഇപ്പോൾ വരുന്നത് വെച്ച് കളിക്കാനേ അയാളൊന്ന് നീക്കുമ്പോഴേ നമുക്ക്. പക്ഷെ മറ്റവരങ്ങനെയല്ല, വളരെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് നീക്കാൻ പ്രാപ്തരാണവരൊക്കെ. സ്തോത്രം. ഇതുപോലെ നേരെ വരുന്ന പ്രശ്നം എന്താണോ അതിന് തക്കതായി മുന്നോട്ട് യാത്ര ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ഈ ദൈവവചനമാണ്. തിരുവെഴുത്ത് നമുക്ക് ആലോചന തരും. അത് വേണ്ട, ആ വഴിക്ക് പോകണ്ട, അത് ദൈവഹിതമല്ല, അത് നീ തോറ്റുപോകും. അവൻ പ്രതികരിച്ചതുപോലെ നീ പ്രതികരിച്ചാൽ നിനക്ക് പരാജയം വരും. ഇങ്ങനെ വേണം നീ അവിടെ നിൽക്കാൻ. നിനക്ക് അത് ബുദ്ധി തരും. 1 അടുത്ത് പറയുന്നു, നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുണ്ടല്ലോ, അവരെക്കാൾ എനിക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ കാരണം എന്താ? എന്നെ പഠിപ്പിച്ച അതിനേക്കാളും വലിയ ഒരു ഗുരുവാണ്. എത്ര പേർക്ക് സ്തോത്രം പറയാ? ഈ നമ്മുടെ പഴയ ഗുരുക്കന്മാരൊക്കെ അവരുടേതായ കഴിവുകൾ, എല്ലാ കഴിവും എല്ലാവരെയും പഠിപ്പിക്കാറില്ല. ചിലർ അവരുടെ സ്വയരക്ഷയ്ക്കൊക്കെ വേണ്ടി ഒരെണ്ണമൊക്കെ വെച്ചേക്കും. സ്തോത്രം. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാത്തതാണ്. പക്ഷെ ഇവിടെ പറയുന്നു, എല്ലാ ഗുരുക്കന്മാരെക്കാളും ഞാനിപ്പോൾ ആരാണ്? ഇത് ഗുരു പറഞ്ഞു തന്നത് കൊണ്ടല്ല, മേളിലൊരു വലിയ ഗുരുവുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഗുരോ, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? നമ്മെ പഠിപ്പിക്കുന്ന, ഒരിക്കലും ആലോചന തെറ്റാത്ത ഒരു നല്ല ഗുരു, അത് ഈ ദൈവിക സാക്ഷ്യങ്ങൾ ധ്യാനമായിരിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി 3-ാമത്തേത്, അതിൻ്റെ 100-ാമത്തെ വാക്യം, നിന്റെ പ്രമാണങ്ങളെ ഞാൻ അനുസരിക്കയാൽ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. വയോധികന്മാരുടെ പ്രത്യേകത അനുഭവ സമ്പത്ത്. എത്രയോ കാര്യങ്ങൾ കണ്ട്, എത്രയോ കാര്യങ്ങൾ ഫേസ് ചെയ്ത്, അതിലെ വിജയവും പരാജയവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള അവരുടേതായ വിവേകം. ഈ ദൈവവചനം
അനുസരിച്ച് അതിനെ ധ്യാനിച്ചു പോകുന്നത് കൊണ്ട് എനിക്ക് അനുഭവ പരിചയം കുറവാണെങ്കിലും ഈ തിരുവെഴുത്ത് എനിക്ക് വയോധികന്മാരെക്കാൾ വിവേകമുള്ളവനായ തീരാൻ സഹായിക്കുന്നു. എത്ര പേർക്ക് ഇതൊക്കെ കേട്ട് സ്തോത്രം പറയാം? സ്തോത്രം. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്. സ്തോത്രം ആരെക്കാൾ? ശത്രുവിനേക്കാൾ ബുദ്ധിമാനാക്കുന്നു. സകല ഗുരുക്കന്മാരെക്കാൾ ഞാൻ ബുദ്ധിമാനാകുന്നു. വയോധികന്മാരെക്കാൾ ഞാൻ വിവേകമേറിയവനാകുന്നു. സ്തോത്രം എന്ന് വെച്ചാൽ നമുക്ക് നേരിടുന്ന സകല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക ജ്ഞാനം നമുക്കെല്ലാവർക്കും തരാൻ സർവജ്ഞാനിയായ ദൈവം വിശ്വസ്തനാണ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഈ ദൈവമില്ലാതെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം സ്തോത്രം. പറയുന്നത് ഒരു പ്രയാസമാണെങ്കിൽ ശ്രദ്ധിക്കൂ. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയുടെ ആത്മഹത്യ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? എത്ര ഉന്നതനായ മനുഷ്യൻ. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇന്നൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു കടവുമില്ല. എന്താണെന്ന് കാര്യമൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളുടെ നിര നമ്മൾ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും വില പറയുമ്പോൾ 2 കോടിയും 3 കോടിയും അതിന് മേളിലോട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരത്തിനൊത്തോ. പക്ഷേ ഇത് മാത്രം കൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനേ പറ്റത്തില്ല. സ്തോത്രം. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ദൈവമക്കളെ. സെലിബ്രിറ്റികൾ, ജീവിതത്തിൻ്റെ ഉന്നതമായ നിലയിൽ എല്ലാവരും ആദരിക്കുന്നവർ, എത്ര പേരാണ് ആത്മഹത്യക്ക് കീഴടങ്ങുന്നത്. സ്തോത്രം. കുറച്ചു നാൾ മുമ്പ് കഫേ കോഫി ഡേ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ നേത്രാവതി ആ നദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. സ്തോത്രം. ഇങ്ങനെ ഉന്നതന്മാരും ജീവിതത്തിൻ്റെ അവർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരും. പിന്നെ അവർ ചെയ്യുമ്പോഴാണ് ലോകം ഇതൊക്കെ. സ്തോത്രം. ഇല്ലാത്തവൻ ചെയ്യുമ്പോൾ നമുക്കൊരു ന്യായം, അവൻ കടക്കണിയിലായി, അവൻ ചെയ്തു, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പ്രയാസം വന്നു, അവനത് ചെയ്തു. പക്ഷെ ഇതൊക്കെ ഇവരൊക്കെ എന്തിനു ചെയ്യണം? അതിജീവിക്കാൻ മാർഗമുണ്ടായിരുന്നല്ലോ. സ്തോത്രം. ഇതിൻ്റെ എല്ലാം ഉത്തരം ദൈവം മാത്രമാണ് നമ്മെ നിർത്തുന്നത്. നമുക്കെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ? പണമുണ്ടോ കടക്കണിയാണോ? ഇതൊന്നുമല്ല വിഷയം. ദൈവമുണ്ടെങ്കിൽ നമ്മെ നടത്താൻ നമ്മുടെ ദൈവം ശക്തനാ. ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകൾ മാറി മാറി വന്നാലും സ്തോത്രം, നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും, വിചാരിക്കാത്തതുപോലെയും കാര്യങ്ങൾ നടക്കും. ആഗ്രഹിക്കുന്നത് പോലെയും സംഭവിക്കും, ആഗ്രഹിക്കാത്തതും സംഭവിക്കും. ഇത് ദൈവമുള്ളവനും സംഭവിക്കും, ദൈവം ഇല്ലാത്തവനും സംഭവിക്കും. പക്ഷെ പ്രത്യേകത, ദൈവമുള്ളവൻ അവിടെ പിടിച്ചു നിൽക്കും. എന്നോട് ചേർന്ന് എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. ഇതിൻ്റെ പ്രത്യേകത, ദൈവമുള്ളവൻ അതിനെയെല്ലാം അതിജീവിക്കുമെന്ന് അകത്തുറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്. അനേക സാക്ഷികൾ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. തീ പോലെയുള്ള വിഷയങ്ങളെ അതിജീവിച്ച ജ്ഞാനത്തോടെ, ബുദ്ധിയോടെ, ദൈവം നൽകിയ വിവേകത്തോടെ അവിടെയെല്ലാം പണിതെടുക്കത്തക്കവണ്ണ ഉന്നതനായ ദൈവ കൃപ നൽകിയ എത്രയോ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കൊണ്ട് സകലതും അസ്തമിപ്പിക്കാമെന്നൊക്കെ ചിന്തിക്കാം. അതാർക്കാണ് ചിന്തിക്കാൻ കഴിയാത്തത്? മതി എന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം മതി. അത് ബുദ്ധിയില്ലാത്തവന്റെ ലക്ഷണമാണ്, അത് ജ്ഞാനമില്ലാത്തവന്റെ ലക്ഷണമാണ്, അത് ദൈവമില്ലാത്തവന്റെ ലക്ഷണമാണ്. ഇനിയില്ല, മതി, അല്ല, എന്നെ ദൈവം നടത്തും.
നടത്തുമെന്നല്ല, നടത്തിയല്ലോ. എത്രയൊക്കെ സ്വോത്രം പറയാ. വേറൊരാളുടെ സാക്ഷ്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ദൈവം നമ്മെ നടത്തിയല്ലോ. ഹല്ലേലൂയ. അതിനെ ഫേസ് ചെയ്ത് അതിജീവിക്കാൻ പറ്റുന്ന ഒരു ദൈവശക്തി ദൈവം നമുക്ക് തരാമെന്നുള്ളത് ഈ തിരുവെഴുത്തിന്റെ ഉറപ്പായ വാഗ്ദത്തമാണ്. സ്തോത്രം. കട്ടിയേറിയ വിഷയങ്ങൾ ജയിക്കുമ്പോഴല്ലേ ഒരു ആത്മസംതൃപ്തിയൊക്കെ വരുന്നത്, അല്ലേ? ഓ സ്തോത്രം. ചിലരൊക്കെ പറയുന്നു, ഇതിനേക്കാളും വലിയ പ്രശ്നത്തിൽ ഞാൻ നിന്നതല്ലേ, ഇതിനേക്കാൾ വലിയ വിഷയത്തിൽ ദൈവം എന്നെ നിർത്തിയില്ലേ. സ്തോത്രം. ചിലർക്ക് സന്തോഷത്തോടും ധൈര്യത്തോടും മറ്റു ചിലർക്കൊക്കെ ആത്മധൈര്യം പകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ, ഇതിനേക്കാൾ വലിയ വിഷയം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ നിർത്തി നടത്തി എന്നുള്ളത് അവരുടെ സാക്ഷ്യമായി മറ്റുള്ളവർക്ക് അതൊരു ധൈര്യത്തിന് വക നൽകത്തക്കവണ്ണം ദൈവം നടത്തും. സ്തോത്രം. ഈ തിരുവെഴുത്തിന്, ദൈവവചനത്തിന് അവണ്ണം ശക്തിയുണ്ട്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അങ്ങയുടെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. ഈ പറഞ്ഞതൊക്കെ കിട്ടണമെങ്കിൽ ഒരു പ്രത്യേകത, ദുർമാർഗത്തിൽ നിന്നുള്ള അകൽച്ച വേണം, എങ്കിലേ ഇതെല്ലാം കിട്ടൂ. സ്തോത്രം. ദൈവവചനം അനുസരിക്കണമെങ്കിൽ ദുർമാർഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ, കാലിനെ മാറ്റി നിർത്താൻ പറ്റണം. സ്തോത്രം. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട, എല്ലാം ഇഷ്ടമുള്ളതാണെങ്കിലും അതിൻ്റെ 104-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഓ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? സകല വ്യാജമാർഗവും ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഈ വ്യാജമാർഗത്തോട് എനിക്ക് എന്താണ്? വെറുപ്പാണ്. സ്തോത്രം. നമ്മളൊക്കെ, ചിലർക്കൊക്കെ അതിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിലും പിന്നെ ദൈവത്തെ പേടിച്ച് ചെയ്യാതിരിക്കുന്നു. ചിലർ പിന്നെ ദൈവത്തെ പേടിയില്ലെങ്കിലും മനുഷ്യനെ പേടിച്ച് ചെയ്യാതിരിക്കുന്നു. അവരറിഞ്ഞാൽ എന്താവും? ദൈവം അറിഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ ഒരു പാസ്റ്റർ അറിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ അവരറിഞ്ഞാൽ എന്താവും? അതുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്നു. പുസ്തകം പറയുന്നു, മാനുഷ്യ ഭയം ഒരു കെണിയാണ്, നീ ദൈവത്തെ ഭയപ്പെട്ടോണം. ഇത് പിശാച് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. അയ്യോ, അയാൾ അറിഞ്ഞാൽ, ഇവരറിഞ്ഞാൽ. എടാ, ഇതിനേക്കാളും വലിയ ഒരാളാണ് മേളിയിരിക്കുന്നത്. സ്തോത്രം. ദൈവം അറിഞ്ഞാൽ എന്താകും? സ്തോത്രം. ആ ചിന്ത ഈ വ്യാജമാർഗങ്ങളോട് എനിക്ക് ഇപ്പം എന്ത് വരുത്തി? വെറുപ്പ് വരും. വെറുക്കപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മൾ ചെയ്യത്തില്ലല്ലോ. മധുരം ഇഷ്ടമില്ലാത്തവരുണ്ട്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മിഠായും സ്വീറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളതിനെ കൊണ്ട് എവിടെയൊക്കെ പാത്ത് വെച്ചാലും അത് അവരെവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരും. കാരണം അതവർക്ക് ഇഷ്ടമാണ്. ഇനി അവർക്ക് വെറുപ്പുള്ള ഒരു കാര്യം അവരുടെ മുമ്പിൽ വെച്ചിരുന്നാൽ വേണ്ട. സ്തോത്രം. ഈ ഒരു നിലയിലേക്ക് വന്നാലുണ്ടല്ലോ, പാവം മുമ്പിലുണ്ടെങ്കിലും നിനക്കതിനോട് താല്പര്യം വരത്തില്ല. ഈ തിരുവചനം നമ്മൾ ഇങ്ങനെ വായിച്ച് അതിനോടൊരു അടുപ്പം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മിലുണ്ടാകുന്ന ഒരു മാറ്റമാണിത്. ഇതൊന്നും നമുക്കങ്ങനെ പെട്ടെന്നൊന്നും ആർജിച്ചെടുക്കാൻ പറ്റുന്നതല്ല. സ്തോത്രം. അടുത്ത വാക്യം നമുക്കെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ ബോഡി കാണുന്ന ഒരു വാക്യമാണ്. അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് ഇരുട്ട് നിറഞ്ഞ വഴിയിൽ പ്രകാശം തരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഈ തിരുവെഴുത്ത്. സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ തവണ നമ്മളതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്.
ഇനിയും വഴിയില്ലാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിലൊക്കെ നീ ഭാരപ്പെടുമ്പോൾ ഈ പുസ്തകം തുറന്ന് വായിക്കുക. ദൈവം അതിന് തക്കവണ്ണം ദൈവം മാനിക്കും.